ചന്ദ്രനിലേക്കുള്ള ചരിത്രയാത്രയ്ക്കിടെ ഭൂമിയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്തി നാസയുടെ ആർടെമിസ് 2 ദൗത്യസംഘം. കമാൻഡർ റീഡ് വൈസ്മാൻ പകർത്തിയ ഉയർന്ന റെസല്യൂഷനുള്ള ഈ ചിത്രങ്ങൾക്ക് ഹെലോ വേൾഡ് എന്നാണ് നാസ പേരിട്ടിരിക്കുന്നത്. ആതിര ജയൻ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ആതിര. ഏറെ ആകാംക്ഷയോടെ 54 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്കുള്ള യാത്ര, മനുഷ്യന്റെ യാത്ര അങ്ങേയറ്റം ആവേശത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടവും ആ രീതിയിലാണ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ അതിമനോഹരമായ ദൃശ്യങ്ങൾ എത്തുന്നത്. ഗുഡ് മോർണിംഗ് ശ്രുതി, ആര്യ. വളരെ ആവേശത്തിൽ തന്നെയാണ് മനുഷ്യൻ 53 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് എത്തുന്നു. അമ്പിളിയുടെ സമീപത്തെത്തി അമ്പിളിയെ ചുറ്റിത്തിരിച്ചു വരാൻ പോകുന്നതിന്റെ ഒരു ആവേശത്തിലാണ് മനുഷ്യൻ. അങ്ങനെയാണ് റീഡ് വൈസ്മാൻ ഇന്നലെ പകർത്തിയ ദൃശ്യം പുറത്തു വന്നത്. ഭൂമിയുടെ അതിമനോഹരമായ ഒരൊറ്റ ഫ്രെയിമിൽ ഭൂമിയെ കാണുന്ന ഒരു ചിത്രമാണ്. അത്യപൂർവമായ ഒരു ചിത്രം. ഇത്തരത്തിലൊരു ചിത്രം മുൻപ് അപ്പോളോ 17 ദൗത്യത്തിനിടെ ഹാരിസ് ഷിറ്റ്മാൻ പകർത്തിയത് പുറത്തു വന്നിരുന്നു. ആ ചിത്രത്തിന് അന്ന് ബ്ലൂ മാർബിൾ എന്ന് പേരിട്ട ചരിത്ര പ്രസിദ്ധമായ ഒരു ചിത്രം തന്നെയാണ്. അതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഭൂമിയുടെ അത്യപൂർവമായ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ 4 പേരും ഈ ദൗത്യ സംഘാംഗങ്ങൾ ചന്ദ്രനെ ലക്ഷ്യമിട്ടുള്ള കുതിപ്പ് തുടരുകയാണ്. 10 ദിവസം നീണ്ട ഈ ദൗത്യത്തിൽ ചന്ദ്രനെ ചുറ്റി, അത് മാത്രമല്ല ചന്ദ്രന്റെ മറുപുറം ഇന്നുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ചന്ദ്രന്റെ മറുപുറത്തുകൂടി സഞ്ചരിച്ച് തിരിച്ച് ഭൂമിയിലെത്തുന്ന ആ ഒരു ചരിത്ര ദൗത്യത്തിൽ തന്നെയാണ്. അങ്ങനെ ചന്ദ്രനെ ലക്ഷ്യമിട്ട് കുതിക്കുന്നതിനിടയിൽ അവർ നിർണായകമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഫോട്ടോകൾ ഇത്തവണ വളരെ അപൂർവമായിട്ട് 4 പേർക്കും ഐഫോൺ നൽകി നാസ വിടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്യപൂർവമായ ചിത്രങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ചിത്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആ നീലിമയൊക്കെ തെളിയുന്ന ദൃശ്യമാകുന്ന ഒരു ചിത്രമാണ്. അകലെ ഒരു പ്രകാശബിന്ദു പോലെ ശുക്രനെയും ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു ചിത്രത്തിലാണെങ്കിൽ ഭൂമി സൂര്യനെ മറയ്ക്കുന്നതിന്റെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മനോഹരമായ കൗതുകകരമായ ചിത്രങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഓക്കെ, ആതിര ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.